സിപിഎമ്മിന് കൈകൊടുത്ത് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ പെരിയയിലെ ചോരയെ ഇവർ മറന്നു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്നത്. പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ സിപിഎമ്മുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടുന്നു. പെരിയയിലെ രക്തസാക്ഷികളെ പാർട്ടി മറന്നുവോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്. ഇത് കോൺഗ്രസിന് ചേരുന്നതല്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സിപിഎമ്മുകാർ കൊല ചെയ്തതിന് ശേഷവും സിപിഎം സ്നേഹം ആവർത്തിച്ച് KPCC വരുമ്പോൾ ഇത് ചേർന്നതല്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് രൂപം കൊണ്ട പ്രതിപക്ഷ നിരയിൽ സിപിഎമ്മും ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തന ഫണ്ട് പിരിക്കുന്നതിനായി തയ്യാറാക്കിയ പ്രത്യേക ലഘുലേഖയിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ നയിക്കാൻ രാഹുൽ എന്ന തലക്കെട്ടോടെയാണ് KPCC അധ്യക്ഷൻ ലഘുലേഖ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ ഐക്യം എന്ന ഭാഗത്താണ് സിപിഎമ്മിനെ പ്രത്യേകമായി പരാമർശിക്കുന്നത്. BJPക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ മതേതര ജനാധിപത്യ പ്രതിപക്ഷ നിര രൂപം കൊണ്ടു കഴിഞ്ഞു. ചന്ദ്രബാബു നായിഡു, ശരത് പവാർ, MK സ്റ്റാലിൻ, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ്, ദേവഗൌഡ, ഒമർ അബ്ദുള്ള, ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മേവാനി തുടങ്ങിയ നേതാക്കൾ പ്രതിപക്ഷ നിരയിലുണ്ടെന്നും കൂടുതൽ പാർട്ടികളെയും നേതാക്കളെയും ഉടൻ ഈ നിരയിലേക്ക് പ്രതീക്ഷിക്കാമെന്നും ലഘുലേഖയിൽ KPCC അധ്യക്ഷൻ പറയുന്നുണ്ട്. യുവാക്കൾ തന്നെ രാജ്യം ഭരിക്കണമെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഇന്ത്യയെ 48 വയസ്സുകാരനായ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയാകാൻ അനുയോജ്യനെന്നും KPCC അധ്യക്ഷൻ ലഘുലേഖയിൽ പറയുന്നുണ്ട്. അതേസമയം പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ സിപിഎമ്മുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടുന്നതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. പെരിയയിലെ രക്തസാക്ഷികളെ പാർട്ടി മറന്നുവോ എന്നാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം. സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തെപ്പറ്റിയോ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയത്തെ പറ്റിയോ ശബരിമല വിഷയത്തെപ്പറ്റിയോ ലഘുലേഖയിൽ യാതൊരു പരാമർശവും ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. അതായത് തുറുപ്പുചീട്ടായി പാർട്ടി ഒരുപക്ഷെ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. അതൊന്നും കാണാതെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ അങ്ങ് കേന്ദ്രത്തിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും സിപിഎമ്മുമായി സഹകരിക്കാമെന്നാണ് കോൺഗ്രസിന്റെ ധാരണ. എന്നാൽ നല്ലൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിനെതിരെ കടുത്ത പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. പ്രത്യേകിച്ചും സിപിഎമ്മിന് കൈകൊടുക്കുന്നത് കോൺഗ്രസുകാർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പെരിയയിലെ ചോരയുടെ വേദന മാറിയിട്ടില്ല. ആ കുടുംബങ്ങളുടെ നഷ്ടത്തിന് ഒരിക്കലും ആ വിഷമവും മാറില്ല. ആ വിഷമങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന സിപിഎമ്മുമായി തന്നെ കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടുന്നത്. കോൺഗ്രസിന് ഇതൊട്ടും ഭൂഷണമല്ല എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആവർത്തിക്കുന്നു, യുവജനങ്ങൾ പറയുന്നു. പെരിയയിലെ രക്തസാക്ഷികളെ പാർട്ടി മറന്നാൽ അത് പാർട്ടിക്ക് വല്ലാത്ത തിരിച്ചടിയായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകുക. കേരളം കോൺഗ്രസിന് നേരെ കൈ കൊടുക്കില്ല. കോൺഗ്രസിന് കൊടുത്ത കൈ പൊതുജനങ്ങൾ സാധാരണ കോൺഗ്രസുകാർ തിരിച്ചെടുക്കുമെന്നുള്ള ആശങ്ക പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലഘുലേഖയെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ ലഘുലേഖയെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ജനം കാണുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.